പേടിക്കണ്ട. നീ എന്തിനാ പേടിക്കണ? ഏറ്റവും വലിയ കലയാണ് ഇത്. നീ കല എന്ന് കേട്ടിട്ടുണ്ടാ? ഇതാണ് കല, ആർട്ട് ഓഫ് ലിവിങ്. ടെൻഷൻ അടിക്കലടാ. ചിൽ ചെയ് മച്ചാ, ജസ്റ്റ് ചിൽ. വേണ്ട, നിനക്ക് രക്ഷപ്പെടണ്ടേ? 2 പുകയെടുത്താ മതി, ഫ്ലൈ ചെയ്യാടാ. അടി. മൂടല്ലേ പക്കല്ലേ? നീ ഇവിടെ ഈച്ചനായിട്ടിരിക്കണ? നിന്റെ അപ്പന്റെ ഇടയിലെ തിരക്കണ്ട, അവിടെ കച്ചവടം പൊടി പൊടിക്കാണ്. ഒന്ന് പോടാ. ഇതെന്താണ്, ക്യാരറ്റാ? ഇല്ലടാ, ഏത്തക്കായ. ഓക്കെ അല്ലേ? സോഡ കൊടുത്ത്. എന്താടാ നിന്റെ പേര്? കുട്ടൻ. കുട്ടൻ. കുട്ടൻ കിളിയാണല്ലടാ, വിളിച്ചോണ്ട് പോടാ. കുട്ടൻ ചെല്ലാ. അപ്പാ ഞാൻ ലിസ്റ്റ് വായിക്കട്ടെ? വായിച്ചു മോളെ. 1 കിലോ പരിപ്പ്. 1 കിലോ പരിപ്പ്. ആ പരിപ്പ് എടുത്തിട്ടുണ്ട്. പപ്പടം 2. പപ്പടം 2. ബ്രെഡ് 1. ബ്രെഡ് 1. 1 മണിക്കൂറായി നിങ്ങള് ഇവിടെ കട തുറന്നപ്പോ തൊട്ട് ഞാനിവിടെ നിൽക്കുക. കുറച്ചേരം നിൽക്കാൻ എന്റെ ചേട്ടൻ. സോഡ സോഡ തണുത്തതാണോ തണുക്കാത്തതാണോ? തണുത്ത മതി അല്ലേ? ഇത് എത്ര 7? ഇപ്പൊ തരാട്ടാ. എന്താണ് ആ കടയ്ക്ക് ഷട്ടർ വീണാലേ ഇനി എന്റെ കടയിൽ കച്ചവടം. അപ്പനോടുള്ള വാശിക്ക് കച്ചവടം തുടങ്ങണ്ട നിന്നോട് ഞാൻ പറഞ്ഞല്ലേ. ആ കട ഞാൻ പൂട്ടിക്കും. നീ ഇങ്ങോട്ട് നോക്കിയേ, ചെറുതടിക്കാൻ. ചെറുതടിക്കാടാ. നീമ്പാ, നീ അടിക്കണം. അടിക്കാടാ. നീ പോലടാ, അടിച്ചിട്ട് പോ. ഇതയം വരെ പറക്കരുത്, കിനക്കാലും മേഘം കനക്കാണുമേ വാനമേ ഇളയനില വോയിസ് കേട്ടറാ. പാട്ടുകാരനവൻ സമ്മതിച്ചല്ലടാ. അപ്പൻ എന്ന് പറയുന്ന അപ്പൻ. ഇതെന്താണ് ഇത്? ചൂളക്കച്ചേരി. ഊളക്കച്ചേരി അല്ല, ചൂളക്കച്ചേരി. ഞാൻ ചൂളടിക്കുമ്പോഴേ പിള്ളേര് ചുറ്റും നിൽക്കുമായിരുന്നു. എടാ ജോസ്പാ, അപ്പനെ അറ്റാക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നിന്റെ അപ്പനോടാ? അപ്പൻ അറ്റാക്ക ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. സീരിയസ് ആണെന്നാ പറയുന്നത്. സീരിയസ് ആണെന്നാ പറയുന്നത്. എന്നാ ഇനി നോക്കണ്ട, കിട്ടൂല. എടാ ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ അപ്പനല്ലേ കിടക്കണത്. നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം. വേണ്ടേ?
വേണ്ടെങ്കി വേണ്ട. വേണ്ട. ആ വേണ്ട. ഡാ, നമുക്കൊരിടം വരെ പോകാം. എവിടാ? നീ വാ. എന്താണ് ഇവിടെ? ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. വക്കച്ചോ, വക്കച്ചോ, ഇയാളിത് എവിടെ പോയി കിടക്കുക? പെട്ടി വക്കച്ചോ. Get one. ഇതെന്താ ഈ ബൈ ടു ഗെറ്റ് വൺ? മുല്ലപ്പെരിയാർ പൊട്ടുവെന്നും പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ട് വലിയൊരു ഷോറൂം ഇട്ടു. അവസാനം വെള്ളത്തിലായത് ഞാനും എന്റെ പെട്ടികളുമാണ്. അതാണ് ഈ ബൈ ടു ഗെറ്റ് വൺ. 50% ഡിസ്കൗണ്ട്. മരിക്കണവന് മനസമാധാനത്തോടു കൂടി മരിക്കാല്ല. ദേ ഡിസ്കൗണ്ട് കിട്ടിയില്ലെന്നുള്ള പരാതി ഉണ്ടാവൂല. ദാ, ഈ പെട്ടി കൊള്ളാല്ലേ? കറക്റ്റ് സൈസ്. ഇത് കൊള്ളാം, ഫിക്സ് ചെയ്തു. ഈ പെട്ടി തരാൻ പറ്റൂല. ഇതേ ഞാൻ മരിക്കുമ്പോ കിടക്കാനുള്ളതാണ്. ഇതേ സൈസ് വേറൊരു പെട്ടി ഞാൻ നിങ്ങൾക്ക് തരാം. പോരെ? ദാ, ഇത് കൊള്ളാല്ലേ? ആ ഇത് കൊള്ളാം. ഇതാകുമ്പോ കുരിശുണ്ടല്ല, നിന്റെ അപ്പന്റെ ഒരു സിമ്പലി. എടുത്തു. ഓ ഇതിനെത്ര വരും? ഇത് ഒരു 4000 രൂപ വരും. 4000 രൂപയെ? ഇവിടെ ചാകണേന് വേണമല്ലോ 25,000 രൂപ. പിന്നെ ഈ പെട്ടിക്ക് 4000 രൂപ തന്നാലെന്താ? പോയി ചാകാൻ നോക്കണു. ചേട്ടാ, ഒരു 500 രൂപ അഡ്വാൻസ് ആയിട്ട് വെച്ചു. 2 ദിവസത്തിനുള്ളിൽ. ഇപ്പഴാ ഓർത്തത്, അപ്പന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇല്ല. അതെന്തിനാ? പത്രത്തിൽ ചരമോളത്തിൽ കൊടുക്കണ്ടേ? അതിന് ചത്തട്ടില്ല. ചാകുമല്ലോ. എന്താ നീ എന്താടാ നിനക്ക്? എന്താടാ ഇങ്ങനെ ചവിട്ടിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാടാ? അയാളുടെ നെഞ്ചത്തെ ഔട്ടണ സുഖം കിട്ടും. ഏതോ മരുന്ന് കുത്തിവെച്ച് ബ്ലോക്ക് മാറ്റി അയാൾ വരുന്നുണ്ട് എന്റെ ജീവിതം ബ്ലോക്കാക്കാൻ. നിനക്കെന്താടാ അപ്പനോട് ഇത്ര വൈരാഗ്യം? അതറിയണമെങ്കിൽ എന്റെ കൂടെ ജയിലിൽ കിടന്നവന്മാരോട് തിരക്കിയാ മതി. ഞാനൊന്ന് കട്ടതിന് എന്നെ ഒന്ന് തല്ലിയാ പോരായിരുന്നടാ. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണോ? അടിയപ്പാ, ഇതെന്താണത്? ബീഫ്. ബീഫോ? അയ്യോ, കൊളസ്ട്രോൾ. എന്ത് കൊളസ്ട്രോളപ്പാ? അങ്ങോട്ട് പൊളി ചില്ലി. നമുക്ക് ചില്ല് പൊട്ടിച്ചിട്ടുണ്ടോ? ചില്ലെന്ന് വെച്ചാൽ പൊളി. പൊളി അടിച്ചു പൊളിക്കാൻ. അപ്പാ, വെള്ളം വേണ്ട. വെള്ളം വേണ്ട. വേണ്ട. ആരുടെ വെള്ളം ഒഴിച്ചു കുടിക്കണം? സ്ട്രോങ് ആണല്ലോ. കട്ട സ്ട്രോങ് ആവട്ടാ. രണ്ടറ്റാക്ക് കഴിഞ്ഞല്ലേ അപ്പാ? അപ്പനിനി എത്ര നാളുണ്ടാവും അപ്പാ? എന്നൊക്കെ പറഞ്ഞു ഒന്നും അല്ലടാ. കാശ്മീരിൽ എന്തോ അറ്റാക്കാ കഴിഞ്ഞ് ചില്ലി അപ്പാ. ആംബുലൻസ് നമ്പർ 101 തന്നെയല്ലേ? പിന്നല്ലാതെ. ആ ഡ്രൈവറെ വിളിച്ചു ആംബുലൻസിന്. 9846100100 ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എപ്പോ വേണമെങ്കിലും ആവശ്യം വരാം. അപ്പോ അടി വലിച്ചു കയറ്റേ. അപ്പോ അപ്പാ അപ്പമ്പോഴേ 1 കിലോ പരിപ്പ്,
വെളുത്തുള്ളി നാളെ രണ്ട് അപ്പം പോയേ വാടാ ഏ? വാടിങ്ങൾ എന്താടാ അപ്പനെ കൊളസ്ട്രോൾ കയറ്റി തീർക്കാനുള്ള പരിപാടിയാണല്ലേ? അതാവുമ്പോ പോലീസിന് പിടിക്കൂല. കൊളസ്ട്രോൾ അല്ലേ കൊളസ്ട്രോള്. അപ്പന്റെ ഷട്ടർ ഞാൻ ഇടും മോനെ. എടാ ഡാഷ് മോനെ. അപ്പോ കേറി വാ. റെഡിയല്ലേ? ആ ഞാൻ റെഡി. അതെ, ഏത് സൈസാ വേണ്ടത്? പത്രത്തിൽ ചരമകോളത്തിൽ കൊടുക്കാൻ പറ്റിയ സൈസിൽ ഒരെണ്ണം. അതിനെയാള് ചത്തിട്ടില്ലല്ലോ. എപ്പ വേണമെങ്കിലും ചാവാം. 2 അറ്റാക്ക് കഴിഞ്ഞതാ. ഏ? മോനും വാ. ഏ? വാടാ. മോനും എന്താണ്? വന്നിരിക്ക്. ഏ? അപ്പന്റെ അടുത്തിരിക്കെ. ഏ? അപ്പന് നമുക്ക് 2 പേർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കാം. ആ, ആ എടുത്തോ. റെഡി? വാ. വാ. ഒരു പുൽസായി കൂടി പറയട്ടെ. വേണ്ട കഴിക്കാം. വേണ്ട മോനെ. ഒരു ഡബിൾ ഇതൊരു കാര്യം. ഒരു ഡബിൾ പുൽസായി കൂടി. വേണ്ട. ഉപ്പ് 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 ഇടണ്ട. ഉപ്പ് ഇത്തിരി കൂട്ടി 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 ഇത് കഴിഞ്ഞിട്ട് കുറിച്ച് വെള്ളം വിട്ടാലോ. ബുൾസൈ റെഡി? ബുൾസൈ റെഡി. ബുൾസൈ റെഡി. അപ്പാ ബുൾസൈ വേണ്ട. കഴിക്കപ്പാ. നീ ഇങ്ങനെ എന്നെ സ്നേഹിച്ചു കൊല്ലലടാ മോനെ. കഴിക്കപ്പാ. മോനും കഴിക്കേ. അപ്പാ അപ്പനെ ഞാൻ നിന്നെ സ്നേഹിച്ചു എന്തോരം കൊല്ലും. തല്ലിയിട്ടുണ്ടെന്ന് അറിയോ? അപ്പനെ തല്ലെങ്കിൽ അപ്പനെ സ്നേഹിച്ചു കൊല്ലും. അപ്പനൊരു ചായ. അപ്പനെ കടുപ്പത്തി പഞ്ചാര കൂട്ടുകൾ ചായ കഴിക്കപ്പാ. മോനൊന്ന് കടയത് കാശ് മോഷ്ടിച്ചു തരും. അപ്പൊ പോലീസ് പിടിപ്പിച്ചില്ല. ആ, അമ്മ ഇങ്ങനെ ചെയ്തു. ആ. അപ്പന് നല്ല വിഷമമുണ്ട്. അപ്പനത് വിടപ്പാ. അപ്പാ പോട്ടെ, അതൊക്കെ പോട്ടെ, എല്ലാം മറന്നു. അപ്പാ ഈ അപ്പനിത് എവിടെ പോയി കിടക്കണേ? അപ്പാ 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 അപ്പാ. കളിയാക്കണേണോ? ഈച്ചനാട്ടാ നിന്നെ ഹെൽപ്പ് ചെയ്തല്ലടാ. ഹലോ ചേട്ടാ അപ്പനെ വിളിച്ചിട്ട് എഴുന്നേക്കണില്ലേട്ടാ. ഏ? വേഗം വാ വേഗം വാ. ചേട്ടാ, വേഗം വരൂലേ ചേട്ടാ? ഇപ്പോ ഇപ്പോഴാ കണ്ടത്. വേഗം തന്നെ. എന്താടാ? അപ്പം വിളിച്ചിട്ട് എഴുന്നേക്കണില്ല. ഏ? വർത്തം പൊരിച്ചൊക്കെ മേടിച്ചു കൊടുത്ത് നീ അപ്പന്റെ ഷട്ടർ ഇട്ടല്ലേ? ഡാവ് തീർന്നല്ലേ അളിയാ? പാപ്പൻ ചേട്ടാ, പാപ്പൻ ചേട്ടാ, പാപ്പൻ ചേട്ടാ, പാപ്പൻ ചേട്ടാ, പാപ്പൻ ചേട്ടാ, എഴുന്നേക്കട്ടോ. പാപ്പൻ ചേട്ടാ, നീ ഇങ്ങനെ എന്നെ സ്നേഹിച്ചു കൊല്ലലടാ മോനെ. അപ്പനെ സ്നേഹിച്ചു കൊല്ലും. പാപ്പൻ ചേട്ടാ, പാപ്പൻ ചേട്ടാ, പാപ്പൻ ചേട്ടാ, പാപ്പൻ ചേട്ടാ, പാപ്പൻ ചേട്ടാ.
പാപ്പൻ ചേട്ടാ പിടിക്കണവനെ പാപ്പൻ ചേട്ടൻ എന്താ ചെയ്തേ? പറയടാ. പറയടാ എന്തിനാണ് ഓടിയത്? എന്താണ് ചെയ്തത്? പറയടാ പറയടാ എന്താണ് ചെയ്തത് നീ? കഞ്ചാവല്ലട് ആണോടാ? ഞാനല്ല, പാപ്പൻ ചേട്ടനെ ചില്ല് ചെയ്യാന്ന് വിളിച്ച 2 പുക എടുത്തപ്പോ തന്നെ അങ്ങനെ ഫ്ലാറ്റായി. ഞാൻ എന്ത് ചെയ്യാനാ? കഞ്ചാവടിച്ച് കിടക്കടാ. ഞാനാ നിങ്ങളെ ഫോണിൽ വിളിച്ചു. ഈ പെട്ടി മതി. അയ്യോ, ഈ പെട്ടി ഒരു ചെക്കൻ വന്ന് ബുക്ക് ചെയ്തിട്ട് പോയതാ. ഒരു കാര്യം ചെയ്, ഇത് ചേട്ടൻ തന്നെ എടുത്തു. ആ ചെക്കൻ ഇനി വരുമെന്ന് തോന്നണില്ല. ഈ പെട്ടി ചേട്ടന് വിധിച്ചതാണ്. ദേ, ഒരു 10% ഡിസ്കൗണ്ടും തരാം. ഫോട്ടോ ഇന്ന് കൊടുത്താലേ നാളത്തെ പത്രത്തിൽ വരുള്ളൂ. ഹലോ, ഞാൻ പലചരക്കടയിൽ പാപ്പന. കഴിഞ്ഞ ദിവസം ഞാൻ മോനോട് വന്നൊരു ഫോട്ടോ എടുത്തിരുന്നു. അന്ന് വന്നതല്ലേ? ആ, ഓർമ്മയുണ്ട്. മരിച്ചു. പത്രത്തിൽ കൊടുക്കാൻ ഒരു ഫോട്ടോ. ശരി, തരാം.